നമസ്കാരം, ഞാൻ സുധീപ് പഴയടം. എന്നോടൊപ്പം ശൈലജയാണ്. നമസ്കാരം. നമസ്തേ. ശൈലജ ഇപ്പൊ എപ്പോഴും വരാമല്ലോ, അമ്പലത്തിൽ വരാറുണ്ട്. അമ്പലത്തിൽ ഇടയ്ക്ക് എപ്പോഴും കാണാം. ഗുരുവായൂരപ്പന്റെ ഭക്തയാണ് ഞാൻ. അതെ അതെ. എന്നാലും ഗുരുവായൂരപ്പന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ എപ്പോഴും. മറ്റുള്ളതൊക്കെ പോകുന്നൊരു ഉപരെ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ തൊഴുത് പ്രസാദമൊക്കെ കിട്ടി കഴിയുമ്പോൾ വല്ലാത്തൊരു എന്താണ് ഭയങ്കര പോസിറ്റീവ്, നമ്മൾ കുറച്ചൊരു എനർജി നമുക്ക് ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇന്നിപ്പോ ഞാനിപ്പോ ഇവിടെ വന്നത് തന്നെ എനിക്കൊരു എന്റെ സ്റ്റുഡൻസിന്റെ പ്രോഗ്രാം ഉണ്ട് ഇവിടെ. നമ്മൾ വഴിപാടായിട്ട് ചെയ്യണം. അപ്പം മൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ. അപ്പം അവിടെ ഞങ്ങള് ശരിക്കും ഭഗവാന്റെ ദശാവതാരം ചെയ്യുന്നുണ്ട് ഇന്ന്. അപ്പൊ അത് ഒരു വലിയ ഭാഗ്യല്ലേ. ദശാവതാരം തന്നെ ഒരു 20-23 മിനിറ്റ് ഒരു ഐറ്റം ചെയ്യുന്നുണ്ട്. ഇതൊരു ഡ്രീം ആയിരുന്നു. അതെ. അപ്പം ഗുരുവായൂരം ഒന്നാമത് എപ്പോഴും കുറെ ഞാൻ ട്രൈ ചെയ്തു. ഇടയ്ക്ക് നമ്മുടെ തിരക്കാരണം ഈ പ്രോഗ്രാം നടന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷം ഇപ്പൊ ഞാൻ വെച്ച് കുട്ടികളെ കൊണ്ടുവന്നു 10-55 കുട്ടികളുണ്ട്. അപ്പൊ അവരെയും കൂടെ കൊണ്ടുവന്നിട്ട് നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഡേറ്റ് ഇന്ന് കിട്ടി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ദശാവതാര ദർശനം എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ 10 അവതാരങ്ങള്, അത് ഞാൻ പിള്ളേരോട് കുട്ടികളോട് പറയാം. ഏറ്റവും വലിയൊരു ഭാഗ്യല്ലേ ഇത് ഇവിടെ ഒന്ന് ചെയ്യാൻ പറ്റാന്നുള്ളത്. അപ്പൊ അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ ഞാൻ മാസത്തിൽ 1 ഉറപ്പായിട്ടും വരും ഇവിടെ, ഒന്ന് ഭഗവാനെ കാണാറുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ശക്തി ഉണ്ട്. ഭഗവാൻ ഒരു ശക്തി കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തമാശ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കണം ഒരു വരം, അതെന്ത് പറയും? അയ്യോ, വരം പറഞ്ഞെന്ത് പറയും? അങ്ങനെ എന്ത് വേണമെന്ന് ചോദിച്ചാൽ നല്ലത് മാത്രമേ വരുത്തണം, അത്രേ പറയാറുള്ളൂ. അത്രേ പറയാൻ പറ്റും. എല്ലാവർക്കും നല്ലത് വരുത്തണം, അത്രേ ഉള്ളൂ. ഓക്കെ, സന്തോഷം. ഫസ്റ്റ് ടൈം അല്ല കുട്ടികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 10 വർഷം മുന്നേ ഞാനും അരങ്ങേറ്റുണ്ടായിരുന്നു. ഇനിയിപ്പം ഒരു 2-3 മാസം കൂടുമ്പോൾ കുട്ടികളെ കൊണ്ടുവരണം എന്നുള്ളതാണ് ആഗ്രഹം. പ്രത്യേകിച്ച് ഞാൻ കൂടുതലും വെളുപ്പിനെയുള്ള സമയം വരാറ്. നിർമ്മാല്യത്തിൻ്റെ ഒക്കെ സമയം വരും.
ആ ചേച്ചി വിളിച്ചാൽ ആ ചേച്ചി വിളിച്ചാൽ